ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഒരു അടിപൊളി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്ഥലം കരുവാരക്കുണ്ടാണ്, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ കരുവാരക്കുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അൻഫാൽ ഖാൻ്റെ ഷോറൂമിലേക്ക് പോവുകയാണ്. അൻഫാൽ ഖാൻ്റെ ഷോറൂം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും അറിയാം, ഇന്നോവ ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു ഷോറൂമാണ്. വളരെ വിലക്കുറവിൽ ടൊയോട്ട ഇന്നോവയും അതേപോലെ ഇന്നോവ ക്രിസ്റ്റയും ഒക്കെ തന്നെ കിട്ടുന്നൊരു ഷോറൂമാണ്. മെയിനായിട്ട് റീരജിസ്ട്രേഷൻ വണ്ടികളാണ് അവർ ചെയ്യുന്നത്, എന്നാലും കേരള വണ്ടികളൊക്കെ തന്നെ ലഭ്യമാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വണ്ടികൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം എന്നോട് പറഞ്ഞ റേറ്റ് എന്ന് വെച്ചാൽ 3.35 തൊട്ടുള്ള വണ്ടികൾ, ഇന്നോവകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റിയ ഇന്നോവകൾ. അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ പോയിട്ട് അൻഫാൽക്കയോട് തന്നെ നേരിട്ട് ചോദിക്കാം. നമുക്ക് ഷോപ്പ് എത്തിയിട്ട് ബാക്കി ഒക്കെ കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ അൻഫാൽക്കയുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ ഇന്നോവകൾ രാജാക്കന്മാരെ പോലെ നിരന്ന് കിടക്കുകയാണ്. കുറേ ഇന്നോവകൾ നിരന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കതാ ഒരു കൊല്ലക്കൊമ്പൻ ഫോർച്യൂണർ അവിടെ കിടക്കുന്നുണ്ട്. കേരള വണ്ടിയെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ നമുക്കൊന്ന് അൻഫാൽക്കയെ കാണണ്ടേ, നേരെ പോവാം. ബാ അൻഫാൽക്ക. നമസ്കാരം. 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 എന്തൊക്കെയുണ്ട്? എന്താ സുഖം തന്നെ? കൈ കൊടുക്കാൻ പാടില്ല, എന്നാലും നമ്മൾ സാനിറ്റൈസ് ചെയ്യും. എന്തൊക്കെയുണ്ട്? സുഖം തന്നെ? എന്താ ഉഷാറായിട്ട് പോണു. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഫസ്റ്റ് മീറ്റിംഗ് ആണ്. മീറ്റിംഗ് ആണ്. അതെ. അപ്പോ കുറെ വണ്ടികൾ ഇതാ ഇന്നോവകൾ നിരന്ന് കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ഫോർച്യൂണർ കണ്ടല്ലോ, എന്തൊക്കെയാണ്? ഫോർച്യൂണർ 2012 മോഡലാണ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിന്നെ പറയും. 2012 മോഡൽ കേരള വണ്ടി തന്നെ അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നോവകൾ കുറെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ? ലോക്ക്ഡൌണിന്റെ സമയത്തൊന്നുമില്ല, കുഴപ്പമില്ല. അത്യാവശ്യം വണ്ടികളൊക്കെ വിറ്റുപോയി, ക്രിസ്റ്റകളൊക്കെ ഉണ്ടായിരുന്നു. വിറ്റുപോയിട്ടുണ്ടല്ലോ, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കസ്റ്റമർ പെൻഡിങ് ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിനൊക്കെ വണ്ടി കൊടുത്തു. ഓക്കെ. ഇപ്പൊ നമ്മുടെ മെയിൻ ഒരു സ്ക്രാപ്പേജ് പോളിസി വന്നല്ലോ, പ്രധാനമന്ത്രി അത് പ്രഖ്യാപിച്ചല്ലോ. അതെ അതെ അല്ലേ? അതിനെ കൊണ്ടുവന്ന പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ പ്രശ്നങ്ങൾ അറിയാന് അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ അത് സിമ്പിൾ കേസാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. നമ്മളെ ചെറിയൊരു ചാനൽ തുടങ്ങിയിരുന്നു. സ്ക്രാപ്പേജ് പോളിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2015 വരെ ഓൾറെഡി നമ്മൾ ഒരു വണ്ടി കഴിഞ്ഞാൽ റിന്യൂവൽ എടുക്കണം, ടെസ്റ്റിന് കൊണ്ടുപോകണം. അത് ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് 2020 വരെ പുതുക്കി കിട്ടും. 20 ഇത് സ്ക്രാപ്പ് ചെയ്യണം എന്നാണ് ഇത് എല്ലാവരും പബ്ലിസിറ്റി ചെയ്യുന്നത്. 20 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രാപ്പ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല. ഇത് എന്താ സംഭവിച്ചാൽ ഇത് ഗവൺമെന്റ് ഒരു ഓട്ടോമാറ്റിക് ഫിറ്റ്നസ് സെന്റർ കൊണ്ടുവന്നിട്ട് ആ സിസ്റ്റം മുഖാന്തരം ഈ വണ്ടി ഫിറ്റ്നസിന് ഹാജരാക്കും. അതായത് അവരുടെ ചെക്ക് പോയിന്റ്സ് ഉണ്ടാവും കുറച്ച്. അതെ, അത്രയും പോയിന്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും 5 വർഷത്തിന് പുതുക്കി കിട്ടും. ടാക്സ് അടക്കാം. പിന്നെ ചെറിയ ഗ്രീൻ ടാക്സ് കാര്യങ്ങളൊക്കെ. വീണ്ടും 5 വർഷം മാത്രമാണ് അതോ അതും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പൊ നിലവിൽ കേട്ട അല്ലെങ്കിൽ നമ്മൾ പഠിച്ച റൂൾസ് അനുസരിച്ച് വീണ്ടും പുതുക്കി കിട്ടും. വീണ്ടും വർഷം കഴിഞ്ഞാൽ വീണ്ടും പുതുക്കി കിട്ടും. ഒരു യഥാർത്ഥ വണ്ടിന്റെ ഓണറാണ് തീരുമാനിക്കേണ്ടത് സ്ക്രാപ്പ് ചെയ്യണോ വേണ്ടേ. അല്ല ഗവൺമെന്റ് നമ്മൾ വണ്ടി പിടിച്ചോണ്ട് സ്ക്രാപ്പ് ചെയ്യുന്നല്ല ഇതിന്റെ റൂള്. സ്ക്രാപ്പ് ചെയ്യുന്നല്ല, അവരുടെ ചെക്ക് പോയിന്റ്സ് പാസ്സായിട്ടില്ലെങ്കിൽ അവർ സ്ക്രാപ്പ് ചെയ്യും. അത്രയും. അത് 3 പ്രാവശ്യം നമുക്ക് ഈ ടെസ്റ്റിന് ഹാജരാക്കാം. 3 പ്രാവശ്യം നമ്മൾ മാർക്കൊക്കെ ചെയ്യിച്ച് ഹാജരാക്കാം അല്ലേ? പിന്നെ സ്ക്രാപ്പ് ചെയ്യുന്നവർക്ക് കുറെ ഓഫർ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതെ, പുതിയ വണ്ടി എടുക്കുമ്പോൾ 25% ടാക്സ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ സ്ക്രാപ്പ് ചെയ്യണ വണ്ടിന്റെ 4% മുതൽ 6% വരെ ഇൻവോയ്സ് റേറ്റിന്റെ തിരിച്ചു കിട്ടുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫീസിൽ ഇളവുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അതുവഴി. ഇത് പുതിയ വണ്ടിയുടെ കമ്പനിക്കാർ, വൻകിട കമ്പനിക്കാർ, അവരുടെ നിർമ്മാണ കമ്പനികൾ, അല്ലെങ്കിൽ പുതിയ വണ്ടി ഒരുപാട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വൻകിട കമ്പനികളെ പരിപാടിയാണ്. സാധാരണക്കാർക്ക് ഇതുകൊണ്ടൊരു കാര്യം. പക്ഷെ നമ്മളെ വണ്ടി നമ്മൾ സ്നേഹിക്കണ വണ്ടി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കണ വണ്ടി ഒന്നും സംഭവിക്കാൻ പോണില്ല. ആ ഒരു ഉറപ്പ് ഇപ്പൊ ഉണ്ട്. ഇനിയിപ്പോ എന്തൊക്കെ നിയമം വരാൻ പറയാൻ പറ്റുമോ? നിലവിൽ ഈ ഒരു കണ്ടീഷനിലാണുള്ളത്. ആർക്കും കൃത്യമായിട്ടൊരു ഐഡിയ ആയിട്ടില്ല. എന്നാലും നിലവിൽ ഈ ഒരു കണ്ടീഷനാണ്. പിന്നെ പൊളിക്കാൻ തന്നെ 2024 തോന്നുന്നില്ല. പ്രൈവറ്റ് വണ്ടികൾ 24 ഇപ്പൊ ഈ ഫിറ്റ്നസ് സെന്റർ പ്രൈവറ്റ് വാഹനങ്ങൾ തുടങ്ങാൻ പോകുന്നത്. വാണിജ്യ വാഹനങ്ങൾക്ക് 23 വരുന്ന കേട്ടത്. 23. ഓക്കെ. അപ്പൊ ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ സ്ക്രാപ്പേജ് പോളിസി. നമ്മുടെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഏകദേശം ഇതേപോലെ തന്നെയായിരുന്നു. ഇതിന്റെ ഒരു ക്ലാരിറ്റി ആരും നമ്മുടെ ചാനലുകളൊന്നും കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇത് ഇങ്ങനെ ഈ ഒരു ചർച്ച വരുമ്പോൾ പഴയ വണ്ടികൾ ജനങ്ങൾ എടുക്കൽ കമ്മിയാവും, പുതിയ വണ്ടി ഒരുപാട് ഇറങ്ങും. ഓക്കെ, ഒരു മാർക്കറ്റിംഗ് തന്ത്രം. മാർക്കറ്റിംഗ് അങ്ങനെ പ്രതീക്ഷ അതൊന്നും
സംഭവം ഇതിനെ പറ്റി പഠിച്ച ആൾക്കാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മളിപ്പോഴും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് പോലും 2005 വണ്ടി എടുത്തിട്ടുണ്ട്. 2005 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ വെറുതെ പേടിച്ചിപ്പോൾ വണ്ടികൾ കിട്ടുന്ന പൈസക്ക് വിൽക്കലൊക്കെ തുടങ്ങിയിരുന്നു. അതിനൊന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. പോളിസി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വരുമല്ലോ അല്ലേ? അതെ. ഓക്കെ, നിലവിൽ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് പോകുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതെ അതെ അങ്ങനെ പോകത്തുള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ അൻഫാൽ ഖാന്റെ വീഡിയോ മുന്നേ കണ്ടവർക്കൊക്കെ അറിയാം ഈ ഒരു ലൊക്കേഷൻ പറ്റിയില്ല. അതെ അതെ. അൻഫാൽക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും ഈ ഒരു ലൊക്കേഷൻ, സഫാരി കാസിന്റെ ലൊക്കേഷൻ കറക്റ്റ്. മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പറഞ്ഞ സ്ഥലമാണ്. കരുവാരക്കുണ്ട്. ഇത് പെരിന്തൽമണ്ണന്ന് 25 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് 30 കിലോമീറ്റർ, നിലമ്പൂരിൽ നിന്ന് 30 കിലോമീറ്റർ. ഓക്കെ, എല്ലാത്തിന്റെയും ഈ മഞ്ചേരി, നിലമ്പൂർ, പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു നടുവിലായിട്ട് വരും 30 കിലോമീറ്റർ. പാലക്കാട് നിന്ന് വരുന്നവർക്കൊക്കെ പാലക്കാട് മണ്ണാർക്കാട്. ഓക്കെ, അപ്പോൾ ഒരു സെന്റർ ആയിട്ട് വരും ഏകദേശം ഈ പറഞ്ഞ സ്ഥലങ്ങളുടെ ഒക്കെ സെന്റർ ആയിട്ട് വരും കരുവാരക്കുണ്ട്. അപ്പോൾ അൻഫാൽക്ക, നമുക്ക് ഇന്നത്തെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലൊക്കെ ഒന്ന് പോയാലോ? അപ്പോൾ അങ്ങനെ അൻഫാൽക്കന്റെ ആദ്യത്തെ വണ്ടി ടൊയോട്ടയുടെ ഇന്നോവയാണല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2007 മോഡലാണ്. 7 ഓക്കെ. റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. എവിടെ നിന്നാണ്? മഹാരാഷ്ട്ര. ഇത് കുറെ മുന്നേ റീ ആയത്, 4-5 വർഷം മുന്നേ റീ ചെയ്ത വണ്ടിയാണ്. നമ്മൾ ചെയ്തതല്ല, കസ്റ്റമർ ചെയ്ത് ഒരു വണ്ടിനായിട്ട് എക്സ്ചേഞ്ച് ചെയ്താണ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഉണ്ട്. പക്ഷെ നല്ല ബോഡി ക്വാളിറ്റി. പിന്നെ ഇത് ഉപയോഗിച്ചിരുന്ന കസ്റ്റമർ എല്ലാ ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. അലൈവിയില് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വി ടൈപ്പ് അലവിലും കാര്യമൊക്കെയാണ്. ഫോഗ് ലാമ്പ്, നല്ല ഇന്റീരിയറും ബോഡി നല്ല ക്വാളിറ്റി. സീറ്റും മാറ്റിയിട്ടുണ്ടല്ലേ? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. സീറ്റും അങ്ങനെ തന്നെയാണ് വരുന്നത്. സീറ്റ് ഇത് അത് 7 സീറ്റാണ്. 7 സീറ്റാണ്. ഓക്കെ, അങ്ങനെ തന്നെയാണ്. ഏതാണ് ഓപ്ഷൻ അന്നത്തെ? G4 ആണല്ലോ. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം ഓക്കെ ആണ്. ഓട്ടം പറയാൻ പറ്റുമോ ഏകദേശം എത്ര ഉണ്ടെന്ന്? കിലോമീറ്റർ ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിൽ ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ആണ് കാണുന്നത്. ഹിസ്റ്ററി ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, പക്ഷെ വണ്ടി ടയർ ഭാഗവും കാര്യങ്ങളും എല്ലാം ബോഡി ക്വാളിറ്റി എല്ലാം ഓക്കെ ആണ്. വേറെ വർക്കും കാര്യമൊന്നുമില്ല. കിലോമീറ്റർ ഇന്നോവയെ സംബന്ധിച്ചൊരു ശരിക്കും 8 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി നമ്മൾ ഉണ്ടല്ലേ? വീഡിയോ അതും നമ്മൾ ചെയ്തേക്കുന്നത്. അതൊന്ന് കാണിക്കണം. അപ്പോൾ കിലോമീറ്റർ ഒരു ഘടകമല്ല ഇന്നോവയെ സംബന്ധിച്ച്. വേറെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ അതൊന്നും ഇല്ല. എന്തായാലും മേജർ വർക്കൊന്നുമില്ല. ഗ്ലാസ് മാത്രമേ റീപ്ലേസ്ഡ് ആയിട്ടുള്ളൂ. ഓക്കെ, നിലവിൽ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 3,35,000 രൂപ. 2007 ഇന്നോവ 335. അതായത് ഈ കണ്ടീഷനിലെ വണ്ടി കേട്ടോ, നല്ല വണ്ടിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വില പറയുന്നത്. ഇത് 3.5-3.25 നമ്മൾ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് വില പറഞ്ഞതാണ്. ഓക്കെ, 3.35 ഫൈനൽ റേറ്റ് ആണ്. 2007 G4 ആണ് ഇന്നോവ. 3.35. ലോണും കാര്യം ഒന്നും തന്നെ കിട്ടില്ല. പിന്നെ അൻഫാൽക്ക് അവിടുന്ന് ലോൺ ചെയ്ത് കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ അതിനുള്ള ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തായാലും അതിനുള്ളൊരു ഗ്യാപ്പ് അൻഫാൽക്ക് തരുന്നുണ്ട്. ഇതിന് മൈലേജ് ഒരു 12 ഒക്കെ കിട്ടില്ല എന്തായാലും. 10-12 ടൈപ്പ് വണ്ടിയാക്കി എന്തായാലും 10-12 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇതിപ്പോഴത്തെ നമ്മുടെ സ്ക്രാപ്പേജ് പോളിസി വെച്ച് 2007 എന്ന് പറയുമ്പോൾ 2027 വരെ ഉണ്ട്. 27 വരെ എന്തായാലും ഇത് കിട്ടും. അതിനുശേഷം കണ്ടീഷൻ ആണെങ്കിൽ ഇനിയുണ്ട് 5 വർഷം 6 വർഷം ഇനിയുണ്ട്. സ്ക്രാപ്പേജ് പോളിസി വന്നാലും 6 വർഷം ഉണ്ട്. വന്നാലും ഇത് ഈ നീറ്റ് വണ്ടി ഉണ്ടെങ്കിൽ എന്തായാലും ഫിറ്റ്നസ് ഇപ്പോഴത്തെ നിയമപ്രകാരം ഇതിന് കിട്ടും. ഓക്കെ, ഈ വണ്ടി കണ്ടീഷൻ ഓക്കെയാണ്. ഇത് കണ്ടിട്ട് പലരും അങ്ങനെ കമന്റ് ചെയ്യാൻ വരും. വണ്ടി പൊളിക്കാൻ പോവല്ലേ, എന്തിനാ ഷോറൂമിൽ ഒരാൾ വന്ന് ചോദിച്ചു, ഇതൊക്കെ 2 കൊല്ലം കൊണ്ട് പൊളിക്കല്ലേ, ഒരു €100 കുറച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അത് അവർക്ക് ഇതിനെ പറ്റി അറിയണോണ്ട് ചോദിക്കുന്നതാണ്. അത് ഇതിൽ ഇനി ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇറങ്ങാൻ പോകുന്നുണ്ട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി. പക്ഷെ ഇതിൽ കുറെ പാവപ്പെട്ട ആൾക്കാർ പെട്ടുപോകും. അവരെ കയ്യിലുണ്ടാവും. അവർ ആകെ പേടിച്ചത് പൊളിക്കുകയാണ്, നമ്മളെ വണ്ടി ഇനി പൊളിക്കാൻ കൊടുക്കേണ്ട ഏരിയയിൽ കിട്ടുന്ന പൈസ കൊടുക്കാൻ. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ കുറെ ഉണ്ടാവും കറക്റ്റ് വശങ്ങളെ അറിയാതെ. ഓക്കെ, അപ്പൊ എന്ത് തന്നെയായാലും ഫിറ്റ്നസ് ഉള്ള വണ്ടികൾ കിട്ടുന്നതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഓക്കെ, നമ്മൾ അടുത്ത ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014 മോഡല് ഇന്നോവ G4. ഇത് 2014 ടൈപ്പ് 4 തന്നെയാണ്. ഓക്കെ, ഇത് ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. ചെയ്തിട്ടുണ്ട്. എവിടെ ഇപ്പോൾ ഉള്ളത്? നിലമ്പൂർ RT ഓഫീസ്. നിലമ്പൂരാണല്ലേ? ഓക്കെ, മഹാരാഷ്ട്ര തന്നെ ആയിരിക്കും. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്, ഇപ്പോൾ ഇങ്ങോട്ട് കേരള വണ്ടി ആക്കിയതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും? മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. പക്ഷെ മെയിൻ ഗ്ലാസ് പിന്നെ 2014 തന്നെയാണ് കാണുന്നത്. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷെ കമ്പനിയിൽ ഇത് റീപ്ലേസ് കാണുന്നില്ല. പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പറും 14 തന്നെയാണ്. മാറിയോന്നൊരു ഡൗട്ട് ഉണ്ട്. അതെ, ഒരു ഡൗട്ട് വരാൻ കാരണം അതിന്റെ പേസ്റ്റിങ്ങും കാര്യങ്ങളും നോക്കുമ്പോൾ നമ്പറിൽ ചെറിയൊരു ഇത് കാണുന്നുണ്ട്. ചില വണ്ടികൾ നമുക്ക് അങ്ങനെ വരലുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കലും. നമ്പറിലൊക്കെ ചിലപ്പോൾ പ്രിന്റ് ചെയ്യും.
ഓക്കെ, അതൊക്കെ ഡൗട്ട്. എന്തായാലും ഈ ഗ്ലാസ് ചെറിയൊരു ഇതുണ്ടല്ലേ, ചെറിയൊരു ഈ ഗ്ലാസ്സിനും ചെറിയൊരു അത് പൊട്ടായിട്ടൊന്നുമില്ല, ചെറിയൊരു ഇതാണ്. താല്പര്യം ഉണ്ടാ മാറ്റാം. വേറെ വൈപ്പിങ്ങിനൊന്നും തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. വണ്ടി പക്ക ക്വാളിറ്റിയാണ്, 14 മോഡലാണ്. ഓക്കെ, വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് മാറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ഇപ്പൊ ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ മെയിൻ ഗ്ലാസ് ഈ ഒരു കാരണം കൊണ്ട് മാറുകയാണെങ്കിലും ചെറിയൊരു കാരണമാണ്. അപ്പൊ ഇത് ആക്സിഡന്റ് ആയിട്ടും മാറും, അല്ലാതെയും മാറും. റീപ്ലേസ് പല ക്വാളിറ്റിയിലും വരും. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? എത്ര ഓടിയിട്ടുണ്ടെന്ന് ഇത് 2,40,000 കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, 14 വണ്ടിയാണ്, കമ്പനി ഹിസ്റ്ററി ഇപ്പോഴും ഉണ്ട്. അത് റിയായ വണ്ടിയാണ്, എന്നിട്ട് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, ഇതിനും മൈലേജ് ഒരു 12 കിട്ടും. ഇത് ഇന്റർകൂളർ ആണ്. ഇതൊരു 14 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 14 വരെ കിട്ടും. 12 to 14 പ്രതീക്ഷിക്കാം. ഇന്റർകൂളർ ആണല്ലേ. മാക്സിമം എന്തായാലും നല്ലൊരു ഹൈവേയിലൊക്കെ കറക്റ്റ് പോവാണെങ്കിൽ 14 കിട്ടും. ടൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 12-11 കിലോമീറ്റർ ഒക്കെ 12 കിലോമീറ്റർ ഒക്കെ എന്തായാലും കിട്ടും. ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. ടയർ ഭാഗങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ആവറേജ് ടയർസ് കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ ഏതോ ഒരു വീഡിയോയിൽ എനിക്ക് കമന്റ് വന്നിരുന്നു, ടയർ നോക്കുന്നില്ല, ടയർ നോക്കുന്നില്ല, ഞാൻ പിന്നെ ഒന്ന് തുടങ്ങി കേട്ടോ. ടയർ ഭാഗങ്ങൾ ഒരു 50 ഓട്ടം വരും. അപ്പൊ അങ്ങനെയാണ്. എത്ര ഇപ്പൊ റേറ്റ്? ഇത് നമ്മൾ ഫൈനൽ 7,90,000 രൂപ. 2014 വണ്ടി കേരള രജിസ്ട്രേഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇൻഷുറൻസ് അടക്കമുള്ള പ്രൈസാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷുറൻസ് നിലവിൽ എത്ര വരെ ഉണ്ട്? ഇൻഷുറൻസിന്റെ ഡേറ്റ് നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കസ്റ്റമർ ഇൻഷുറൻസ് ക്ലിയർ പേപ്പർ ക്ലിയറിലുള്ള നമ്മൾ 7,40,000 7,90,000 സോറി 2014 വണ്ടി 7,90,000 2014 7,90,000 ആണ്. ഓപ്ഷൻ ഏതാ? G4 ആണ്. 7,90,000 ഓടിയ വണ്ടി. ഒറിജിനൽ കേരള അല്ല, കേരളത്തിലേക്ക് റീ ആയിട്ടുണ്ട്. വേറെ ടാക്സും കാര്യമൊന്നും നടക്കാനില്ല. ഇൻഷുറൻസ് വരെ എടുത്ത് കൊടുക്കും. അങ്ങനെ ഒരു വണ്ടിയാണ് 2014. ഈ ഒരു മെയിൻ ക്ലാസിന്റെ ഒരു വിഷയത്തിനുള്ള ഒരു വിലപ്പാതിന്മ കാണുന്നുണ്ട്. പിന്നെ മുന്നേ നമ്മൾ 8,500-നും 8,40,000 വണ്ടി റീച്ച് ചെയ്ത് കൊടുത്തോണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു ഡൗട്ട് കൊണ്ട് തന്നെ കൊണ്ടാണ് കുറച്ച് കമ്പനിയിൽ പോയി ഞാൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ പോലത്തെ അല്ലെങ്കിൽ വേറെ വണ്ടിയെ പറ്റി അറിയാത്ത ഒരാൾക്ക് ഇത് മാറി ഒരിക്കലും പറയില്ല. അതെ, നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണ് അൻഫാൽക്ക് തുറന്ന് പറഞ്ഞാണ്. ആ ഒരു ഡൗട്ടിന്റെ പേരിൽ മാത്രം കുറച്ച് കൊടുക്കുന്നതാണ് ഈ ഒരു റേറ്റ്. 7,90 ആണ്. ഇത് ഫൈനലാണോ? അതുകൊണ്ട് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ഡിസ്കൗണ്ട് ഒരു മെയിൻ ക്ലാസ് മാറിയൊന്നും 50 രൂപേന്റെ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പൊ മെയിൻ ക്ലാസ് മാറിയ അല്ലെങ്കിൽ മെയിൻ ക്ലാസും ഡോറും മാറിയ വണ്ടി നമ്മള് സ്പെഷ്യൽ റേറ്റ്. അത് അത്രേ ഉള്ളൂ. അൻഫാൽക്കാന്റെ സ്പെഷ്യൽ റേറ്റ് എല്ലാവർക്കും മാറിയ വണ്ടിക്ക് ചിലപ്പോൾ എല്ലാവരും 50,000 അതൊന്നുമില്ല. ഇത് സ്പെഷ്യൽ റേറ്റിൽ വന്നതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മെയിൻ ക്ലാസും കൂടെ വന്ന് വണ്ടി കുറെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നമ്മള് എന്തിനാ ഇനി അടുത്ത സ്റ്റോക്ക് കയറ്റാലോ വണ്ടികൾ. 7,90 ആണ്. എന്തായാലും വേറെ ലോൺ എന്താ കിട്ടാൻ സാധ്യതയുണ്ടോ? 2014 മാറി ലോണ് നമ്മളോട് നമ്മളും കിട്ടും. അൻഫാൽക്ക ചെയ്യുന്നില്ല, എന്തായാലും പുറത്ത് ലോൺ കിട്ടും. ഓക്കെ, അടുത്തത് ഒരു ഗോൾഡൻ കളർ ഇന്നോവ. എങ്ങനെയാണ് ഇത് 2010 മോഡൽ G4 10ആണല്ലേ. ഇത് റിയാണോ? റീ ചെയ്ത വണ്ടിയാണ്. കുറച്ച് മുന്നേ റീ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 4 വർഷം മുന്നേ റീ ആയതാണ്. 3-4 വർഷം നമ്മളിപ്പോ കണ്ട വണ്ടികളൊക്കെ ഏകദേശം റീ ചെയ്താണല്ലേ. ഓക്കെ, ഇത് പിന്നെ 2010 ടൈപ്പ് 4 വരൂല, മാറ്റിയിട്ടുണ്ടല്ലോ. ന്യൂ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 4 ഗ്രില്ലും ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. അടിയൊന്നും അതിന്റെ മാറ്റിയൊന്നും ഒന്നുമില്ല. അത് ന്യൂ ടൈപ്പ് ആക്കാൻ വേണ്ടി ചെയ്തതാണല്ലേ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് മാറിയിരുന്നു. ഓക്കെ, മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടല്ലേ. അത് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ് ആവാം. എന്തായാലും ഞാൻ ഒന്ന് ടയർ നോക്കട്ടെ. ടയർ ഏകദേശം 70% 50% പറഞ്ഞോളി. വരുന്നോല് കൂടണ്ട. 50 കൂടുതലുണ്ട്. എന്തായാലും കൂടുതലുണ്ടെങ്കിൽ സന്തോഷമാവും. ഓക്കെ, എന്തായാലും ഒരു ആൾക്കാർ 50-60% പിടിച്ചോ, അധികം പറയുന്നില്ല. ഓക്കെ, ടയേഴ്സും ഉണ്ട്. എത്ര നിലവിൽ ഓട്ടം? നിലവിൽ ഇത് എത്ര കിലോമീറ്റർ? ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്താണ് മീറ്ററിൽ. 1 സംതിങ്. നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ടില്ല. ഹിസ്റ്ററി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഈ വണ്ടിക്ക്? കിട്ടും. ഷോറൂമിൽ എത്ര കാലം വരെ സർവീസ് ചെയ്തിട്ടുണ്ടോ ആ സർവീസ് വരെ ഹിസ്റ്ററി. ഇത് മോഡൽ പറഞ്ഞ ഇന്നോവ എടുക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററി നോക്കുന്നതിലുപരി വണ്ടി മേജർ ആക്സിഡന്റ് ഉണ്ടോ കണ്ടീഷൻ നോക്കാം. വണ്ടിയുടെ റണ്ണിങ് കണ്ടീഷൻ നിലവിൽ ഇന്നോവൊക്കെ ഇനി എത്ര ആയാലും ഞാൻ പറഞ്ഞ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് വണ്ടിക്ക് ഒരു അളക്കല്ലാത്ത വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വിശ്വസിച്ചെടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ടൊയോട്ടയുടെ ഇന്നോവ. സ്പെഷ്യൽ ഇന്നോവ അല്ലേ ടൊയോട്ടയിൽ? ഓക്കെ, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. എത്ര റേറ്റ് ഇപ്പോൾ? ഇത് നമ്മൾ ഫൈനൽ ഏകദേശം 5,25,000 ആവശ്യപ്പെടുന്നത്. ചെറിയ നെഗോഷ്യബിൾ 5,25 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2010 ഇന്നോവയാണ്. 5 ലക്ഷം. ടൈപ്പ് 4 ആണ്. ടൈപ്പ് 4ലേക്ക് മാറിയിട്ടുണ്ട്. 5,25,000 ചോദിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അലോയ് വീൽസ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്.
ബാക്കിയെല്ലാം വർക്കിംഗ് അല്ലേ? സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ സെൻട്രൽ AC, ബാക്ക് വൈപ്പർ, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിംഗ്. ഒക്കെ വർക്കിംഗ്. ഓക്കെ, 525 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2010 ആയതുകൊണ്ട് തന്നെ ലോൺ സൗകര്യം ഒന്നും തന്നെ ലഭിക്കില്ല. ഇതാ ഒരു വൈറ്റ് ഇന്നോവ ഇട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2015 മോഡൽ. 15 G4 രണ്ട് എയർ ബാഗ് വരുന്ന G4. 15ലും 16ലും രണ്ട് എയർ ബാഗ് വരും. എയർ ബാഗ് ഉണ്ട്. ഓക്കെ, എത്ര നിലവിൽ ഓട്ടം? കിലോമീറ്റർ 3,40,000 കിലോമീറ്റർ. 340 മീറ്ററിൽ 1.25 ലക്ഷം കിലോമീറ്റർ. ഇതൊക്കെ നമുക്ക് കിലോമീറ്റർ പറയാതെ സ്കിപ്പ് ആക്കല്ലേ വേണമെങ്കിൽ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഷോറൂമിൽ പോവും, ഹിസ്റ്ററി എടുക്കും, പിന്നെ നമ്മളതിൽ വെറുതെ പറഞ്ഞിട്ടുണ്ടാ. അത് തന്നെയാണ് കറക്റ്റ് കിലോമീറ്റർ. മീറ്ററിൽ 1.25 ഉള്ളൂ. അത് 340 സർവീസ് ചെക്ക് ചെയ്തിട്ട് അതേ കിലോമീറ്ററിനെ ആക്കാൻ വെച്ചേക്കാണ്. അതെ, മീറ്റർ തിരിച്ച വണ്ടിയാണ്. വീണ്ടും തിരിച്ച് 340 പോവാണ്. പക്ഷെ വണ്ടി 340 ഓടിയാലും 80,000 ഓടിയ വണ്ടിയാണെങ്കിൽ ഇപ്പൊ 80,000 ഓടിയ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. അതിൽ കസ്റ്റമർ അഡ്വാൻസ് തന്നിട്ടുണ്ട്. പക്ഷെ അവര് തിങ്കളാഴ്ച വരെ സമയം ചോദിച്ചതാ. അതാണ് ആ വെള്ള വണ്ടി. സൂപ്പർ വണ്ടി. 80,000 വണ്ടി കൂടി ഉണ്ട്. വെറും 80,000 ഓടിയ ജെനുവിൻ കിലോമീറ്റർ. ഇപ്പൊ 80,000 കിലോമീറ്റർ. മോഡൽ ഏതാണത്? 15 തന്നെ സെയിം. 16 വണ്ടി 80,000 ഓടിയതുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിച്ചും അവിടെ ടാക്സി ഓടിയത് മഹാരാഷ്ട്ര, കിലോമീറ്റർ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാ വണ്ടി ഇത്ര ഓടും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഹിസ്റ്ററി ഇല്ല വണ്ടിയാണ്. ഓക്കെ, കറക്റ്റ് പോയിട്ടുണ്ട്. 2015 മോഡൽ 3 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി. ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്ത് KL 51 ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയധികം വണ്ടികൾ കേരള രജിസ്ട്രേഷൻ ആദ്യമായി ഇവിടെ കാണുന്നത്. നോർമലി MS തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇത് പിന്നെ ഇൻഷുറൻസ് നിലവിൽ തീർന്നിട്ടുണ്ട്. കസ്റ്റമർക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് വേണോ ചെയ്ത് കൊടുക്കാം. തേർഡ് പാർട്ടി വേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. എത്രയാണോ വണ്ടി വില ആ ഇൻഷുറൻസ് വാല്യൂ നമുക്ക് ഇൻഷുറൻസിൽ കാണിച്ചും കൊടുക്കും. ജസ്റ്റ് ഇൻഷുറൻസ് എത്ര വരും പറയാൻ പറ്റും? ഇത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് 9,500 രൂപ വരിക. 9,000. ഫുൾ കവർ ആകുമ്പോൾ നമ്മൾ IDV ഇൻഷുറൻസ് വാല്യൂ കാണിക്കുന്നതിനനുസരിച്ചാണ് ഇൻഷുറൻസിന്റെ റേറ്റ് വരും. അതായത് വണ്ടിക്ക് നിങ്ങൾക്ക് എത്ര വില? ഏകദേശം 9 ലക്ഷം റുപ്യ വരെ ഇതിന് ഇൻഷുറൻസ് വാല്യൂ കിട്ടും. അപ്പോ എത്ര ഇത് നമ്മൾ ഫൈനല് 8,75,000 രൂപ. 8,75. അതിൽ നമ്മൾ ഈ 9 ലക്ഷം റുപ്യ വാല്യൂ ഇല്ല ഇൻഷുറൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, 9 ലക്ഷം എടുത്തു കൊടുക്കും. കസ്റ്റമർ എടുത്തിട്ട് 100 രൂപ ചെലവാക്കല്ല. ഫുൾ ക്ലീൻ വണ്ടി. ഒന്നും പോലും മാറ്റാണ്ടാവും. 15,000 കിലോമീറ്റർ സുഖമായിട്ടോടാം. 10,000 കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മളിവിടെ ചെയ്യാത്തോണ്ടാണ്. ഗ്യാരണ്ടി ഇതിന് എത്രയും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുത്തിട്ട് വേറെ സർവീസ് ഒന്നും ചെയ്യാനില്ല, നേരെ എടുത്ത് ഓടാം, ഡീസൽ അടിക്കാൻ ഓടാം. ഗ്യാരണ്ടി കൊടുക്കേണ്ട സെറ്റപ്പ് നമുക്ക് സർവീസ് സെന്ററോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോ ഇന്റർകൂളർ എഞ്ചിനല്ലേ, ഒരു 14 എന്തായാലും മൈലേജ് ലോങ്ങിൽ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ 8.75 2015 G4 ആണ്. ലോണും കിട്ടും. പക്ഷെ ലോണിന്റെ ഡീറ്റെയിൽസ് കുറെ ആളുകളുണ്ടല്ലോ ചെയ്യുന്നത്. എന്തായാലും ഒരു എനിക്ക് തോന്നുന്നൊരു നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ഒരു 5.5-6 വരെയൊക്കെ എന്തായാലും കിട്ടും അല്ലേ? നല്ല പ്രൊഫൈലാണ്. വീണ്ടും ഒരു വൈറ്റ് ഇന്നോവ, സെയിം സീറ്റ് കവർ ഒക്കെ മാറ്റുണ്ട് അല്ലേ? ഇത് 2014 മോഡല് ഒറിജിനൽ കേരള വണ്ടി. G ആണ്. ഒരുപാട് G4 ആണ്. കുറെ ആളുകൾ ചോദിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ്. 8 സീറ്റ് വണ്ടിയാണ്. 8 സീറ്റർ ആണ്. സെന്റർ ഓക്കെ ഇതുണ്ട്. ഒറിജിനൽ കേരള വണ്ടി 2014 വണ്ടി 8 സീറ്റ് ആണ്. ഞാൻ പറയാൻ വിട്ടു. 8 സീറ്റ് വണ്ടി ചോദിക്കുന്നത് അത് റിയായിരുന്നു. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. G4 അല്ല, V ആണ്. V ആണോ? G അല്ല. V ആണ് ഓപ്ഷൻ വരുന്നത്. V എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ അല്ലേ? ഇതിന്റെ മേലെ Z ഉണ്ട്. അന്ന് സെഡ് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. സെഡ് V ഓപ്ഷൻ ആണ്. വീൽ എന്തൊക്കെ വരുന്നുണ്ട് ഫീച്ചേഴ്സ്? വീല് ഇതില് പിന്നെ 2014 G4 ഒരു എയർ ബാഗ് വരുള്ളൂ. ഇതിൽ 2 എയർ ബാഗ് വരും. ക്ലൈമറ്റ് കൺട്രോൾ, AC വരും, കമ്പനി സ്റ്റീരിയോ വരും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് അധികം വരും. അലോയ് വീല് വരും. പിന്നെ ഇന്റീരിയർ റൗണ്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എത്ര ഓട്ടം ഉണ്ട് നിലവിൽ? ഇത് 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി, കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2014 V ഓപ്ഷൻ ആണ്. വെറും 86,000 കിലോമീറ്റർ നിലവിൽ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇന്നോവയെ സംബന്ധിച്ചിട്ട് എന്താ പറയണ്ടത്? വെറും ലോ കിലോമീറ്റർ, വെരി ലോ കിലോമീറ്റർ. 86,000 വാഹനങ്ങളൊക്കെ പുതിയ തുടങ്ങുന്ന പോലെ വെരി ലോ കിലോമീറ്റർ. സ്റ്റാർട്ടിങ് ഒരു വാഹനം എടുക്കുന്ന ഒരു എഫക്ട് ഉണ്ടാവും. ഓക്കെ, വേറെ തട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. നീറ്റ് വണ്ടി, ക്വാളിറ്റി നല്ല നീറ്റ് അല്ലേ? ഓക്കെ, ഇന്റർകൂളർ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഈ കാണിച്ച വണ്ടിയിലൊക്കെ ഉണ്ട്. കാരണം ഒരു പെയിന്റ് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് നമുക്കൊരു അല്ലാതെ കൊടുക്കുമ്പോൾ നമുക്കൊരു വൃത്തി ഉണ്ടാവില്ല. എത്ര ഇപ്പോ നിലവില്
ഇത് നമ്മൾ ഫൈനൽ റേറ്റ് 11,75,000 രൂപ കൊടുക്കുക. 12 ലക്ഷം രൂപ ചോദിക്കും, 11,75 നമ്മൾ ഫൈനൽ കൊടുക്കും. 11.25 ഫൈനലാണ്. 2014 വി ഓപ്ഷനാണ്. വെറും 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറിജിനൽ കേരള വണ്ടി. 11.75 ഫൈനൽ റേറ്റ് ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോണും തീർച്ചയായും ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്, ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, എന്തായാലും ഒരു 8 ലക്ഷം മിനിമം ലോൺ പ്രതീക്ഷിക്കാം. 8-9 ലക്ഷം എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത വണ്ടി അടുത്ത ഇന്നോവ വൈറ്റ് കളർ തന്നെ. അതെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇതൊരു പ്രത്യേക ഇന്നോവയാണ്. അതായത് ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല, നമ്മളെ ഈ ഒരു ഓപ്ഷൻ വണ്ടി നമ്മൾ കാണിച്ചിട്ടില്ല. ഏതാണ് ഇത്? 2015 മോഡൽ G2 ഫസ്റ്റ് ഇറങ്ങുന്ന ഓപ്ഷനാണ്. G2 അല്ലേ? ബേസ് മോഡൽ. ഏറ്റവും ബേസ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് ഉണ്ടാവുക AC ഉണ്ടാവും, പവർ സ്റ്റാരിംഗ് ഉണ്ടാവും. ഇത് 2015 ആയതുകൊണ്ട് 2 എയർ ബാഗും വരുന്നുണ്ട്. 2015 ആയതുകൊണ്ട് 2 എയർ ബാഗും ഉണ്ട്. ബാക്കി AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ഗ്രില്ല് ടൈപ്പ് 3ന്റെ ഗ്രില്ലാ വരിക. ടൈപ്പ് 3യുടെ ആണ് ഗ്രില്ലാ വരിക. ഇത് ടൈപ്പ് 4 നമ്മൾ ചെയ്തതാണ്, മാറ്റിയിട്ടുണ്ട്. 4 കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. അതെ. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ G2 ഒന്നും പറയില്ല. G2 ഒന്നും പറയില്ല. ഇതിന്റെ ബാക്ക് വൈപ്പർ അതേപോലെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടത് G4 തന്നെ വണ്ടി. എത്ര ഓടിയുണ്ട് നിലവിൽ? ഇത് കിലോമീറ്റർ ഹിസ്റ്ററി നമ്മൾ കറക്റ്റ് എടുത്തിട്ടില്ല. ഇതിന്റെ ഒരു വിലപ്പാകം ഉണ്ടാവും എടുക്കുന്നവർക്ക്. പക്ഷെ വണ്ടി എഞ്ചിൻ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫുൾ കുഴപ്പമില്ല. കമ്പനി ഹിസ്റ്ററി എടുത്തിട്ടില്ല. വേറെ റീപ്ലേസ്മെന്റ് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ക്ലാസും കാര്യങ്ങളൊക്കെ 15 തന്നെയാണ്. എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടില്ല. പക്ഷെ ആൾക്ക് വണ്ടി ഉപയോഗിക്കുന്നതിനോ ഇതിൽ കാര്യങ്ങൾക്കൊന്നും മേജർ ആക്സിഡന്റും ഇല്ല, ഒന്നുമില്ല. കേരള വണ്ടിയാണോ? അല്ല, ഇത് മഹാരാഷ്ട്ര വണ്ടിയാണ്. ഇത് കസ്റ്റമർക്ക് ഏത് RT ഓഫീസിലും നമുക്ക് മാറി കൊടുക്കാം. NOC എടുത്തിട്ട് എവിടെ വേണമെന്ന് മാറി കൊടുക്കാം. നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്ത് നമ്പറാക്കി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അടച്ച് ഫുൾ ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ എത്ര റേറ്റ് വരും? അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ 6,80,000 രൂപ കൊടുക്കാം. 6,80,000 ശേഷം ഫുൾ ക്ലിയർ എല്ലാം അടിച്ചിട്ട് 6,80,000. അല്ലെങ്കിൽ എത്ര റേറ്റ് വരും? ഏകദേശം 5,90,000 കൊടുക്കാം ഫൈനൽ. 5,90,000 NOC മാത്രമാണ് 5,90,000. അല്ലെങ്കിൽ ഫുൾ പേപ്പർ ക്ലിയർ ചെയ്തിട്ടാണെങ്കിൽ 6,80,000. 2015 വണ്ടിയാണ്. 15 നമ്മൾ ഇനിയിപ്പോൾ 2015 G4 ഉപയോഗിക്കണമൊക്കെ ഒരേ ഉപയോഗമാണ്. ഇതിൽ ഓപ്ഷൻ കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് മാറ്റിയിട്ടുണ്ട്, ഫ്രണ്ട് ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. സ്പോയിലർ ഉണ്ട്, സ്കേർട്ടിംഗ് ഉണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. നിക്ലിംഗ് ക്രോം വർക്കുകൾ ഉണ്ട്, സ്റ്റിക്കർ ഉണ്ട്. വണ്ടി കണ്ട ആരും ഇത് G2 ആണെന്ന് പറയില്ല. RC ഉണ്ടാവുള്ളൂ. ഉപയോഗിക്കാൻ ഇത് മതി, കാരണം 2015 വണ്ടിയാ. അപ്പോൾ 5,90,000 വിത്ത് NOC, 6,80,000 ഫുൾ പേപ്പർ മാറിയ ശേഷം. അടുത്തത് ഒരു ഗോൾഡൻ കളർ ഇന്നോവ തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെ അടുത്തടുത്ത് പറയുന്നത്? 2013 മോഡല് G4. 13. ഇതില് പിന്നെ എല്ലാ ഫിറ്റിങ്സും നമ്മളെല്ലാ വണ്ടിയിലും ഉള്ള പോലെ തന്നെ സ്പോയിലർ, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ നല്ലൊരു അലൈവീലുണ്ട്, നല്ല ഒരു അലൈവീലുണ്ട്. ഓക്കെ, കുറച്ച് വണ്ടിയുടെ നമ്മൾ ടയർ വിട്ടുപോയിട്ടുണ്ട്. എടുക്കുന്ന ഒരാൾക്ക് 50% ടയർ നമ്മളിവിടെ എന്തായാലും ഉണ്ട്. ടയർ ഇല്ലാത്ത വണ്ടി നമ്മൾ കൊടുക്കൂല. ഒരാളെടുത്തോലെ കുറച്ച് ഓടാനുള്ള എന്തായാലും ഉണ്ടാവും. 5,000-10,000 കിലോമീറ്റർ ഏകദേശം വണ്ടിയിലൊക്കെ 75-80% ടയർ ഉണ്ട്. ഓക്കെ, ഞാൻ മുമ്പേ ചെയ്ത അധിക വണ്ടികളിലും ഉണ്ടായിരുന്നു. ടയർ നമ്മൾ ഒരാള് വണ്ടിക്ക് വരുമ്പോ ആദ്യം നോക്കുന്ന കാര്യമാണ് ടയർ. അതിന്റെ ഫസ്റ്റ് കാര്യങ്ങൾ ഒരു 4 ടയർ മാറിനാൽ തന്നെ ഒരു 20,000 മാറി കിട്ടി. 4-5 ടയർ പറഞ്ഞാൽ 20,000 മാറി കിട്ടി. 15,000 എന്തായാലും. ഇത് കേരള വണ്ടി ആണോ? അല്ല, റീചെയ്ത വണ്ടിയാ. ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ മലപ്പുറം പെരുന്തമണ്ണ RT ഓഫീസ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ 2013 G4. റീപ്ലേസ്മെന്റോ കാര്യം എന്തെങ്കിലും? ഒന്നുമില്ല, നീറ്റാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഏകദേശം 1,75,000. 1,75,000 ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നുമില്ല, നീറ്റാണ്. എത്രയാണ് ഇപ്പോൾ റേറ്റ് വയ്ക്കുന്നത്? ഇത് നമ്മൾ ഫൈനലി ഏകദേശം 7,75,000 രൂപ കൊടുക്കാം. 7,75,000 2013 വണ്ടി അല്ലേ? കാര്യങ്ങളൊക്കെ ഉണ്ട്. G4 ആണ്. 7,75,000 അലവൻസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് വണ്ടികളുള്ളത്. വണ്ടി റെസ്റ്റ് ഒക്കെ തന്നെ നല്ല നീറ്റിലുള്ള വണ്ടിയാണ്. 7,75,000 എന്തായാലും ലോണും കിട്ടും. 2013 ഒക്കെ ആയതുകൊണ്ട് കേരളത്തിലായതാണ് വണ്ടി, എന്തായാലും ലോണും കിട്ടും. വന്ന് മോനെ പടക്കുതിര. ഞാൻ വന്ന പാടെ തോട്ടൊരു വണ്ടിയാണ്. കാരണം ഒരുപാട് ചേഞ്ചസ് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റി. CRD കിറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല LED ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു വെട്ടിപ്പ് ലുക്ക്. കേരള വണ്ടിയാണ് അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? എങ്ങനെ മോഡൽ? 2012 മോഡല്. 12. 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 1,30,000 കിലോമീറ്റർ.
130 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആയിരിക്കും അല്ലേ? എന്തായാലും നമ്മളിവിടെ ഒരു കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലിന് വന്നതാണ്. പാർക്ക് ആൻഡ് സെയിൽ ഇവിടെ ഷോറൂമിൽ പാർക്ക് ആൻഡ് സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ? കൂടുതലും ചിലപ്പോൾ അങ്ങനെ തന്നെ പറയാം. പാർക്ക് ആൻഡ് സെയിൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി വിൽക്കണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യും അല്ലേ? വണ്ടിന്റെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ പാർക്ക് ആൻഡ് സെയിലിന് കൊടുക്കും. അതെ, ഓക്കെ. എന്തായാലും ഇവർ ചെക്ക് ചെയ്യും, അതിന്റെ ക്വാളിറ്റി എന്തായാലും ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പാർക്ക് ആൻഡ് സെയിൽ ആയാലും കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും അല്ലേ? കമ്പനി ഹിസ്റ്ററി കാര്യം. ഓണർഷിപ്പ് സിംഗിൾ തന്നെ ആയിരിക്കും? അല്ല, സെക്കൻഡ് ആയിട്ട്. വേറെ റീപ്ലേസ്മെന്റ് തൊട്ടൊന്നും വന്നില്ല. നല്ല വൃത്തി ക്ലിയർ വണ്ടിയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ അഡീഷണൽ ഇതിൽ കയറിയത്? ഇത് പമ്പർലി സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ, അതേപോലെ പിന്നെ ബാക്കിൽ LED ബ്രേക്ക് ലൈറ്റ്, ബാക്കിൽ ഒരു സ്കേർട്ടിങ് കാര്യങ്ങളുണ്ട്. ഓക്കെ, മൊത്തത്തിൽ നല്ല ലുക്കില്ല വണ്ടിയാണ്. വളരെ ലുക്കുണ്ട്. അതെ, 2 വീൽ ഡ്രൈവ് ആണ്, അത് ഓർമ്മിക്കണം. ഓട്ടോമാറ്റിക് ഡ്രൈവ് ആണ്. എത്രയാ ഇപ്പോൾ റേറ്റ്? ഇത് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് 15 ലക്ഷമാണ്. 14,75 വരെയൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കാം. സംസാരിച്ചു 14,75 നെഗോഷിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 2012 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് 14,75 അതും നെഗോഷിയേറ്റ് ചെയ്യാന്നാണ് അൻഫാൽക്ക പറയുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും ചെറിയ മാറ്റം കസ്റ്റമർ, ചെറിയ മാറ്റം പ്രതീക്ഷിച്ചാൽ, കാരണം 15 ചോദിച്ച വണ്ടിയാണ്. അത്രയും നീറ്റിലെ വണ്ടിയാണ്. മാർക്കറ്റിൽ ചിലപ്പോൾ ചെറിയ കൂടുതലുണ്ടാവും, പക്ഷെ എടുക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ഇതൊക്കെ ശരിക്കും പുതിയ എടുത്തിട്ട് വെക്കുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും അല്ലേ? ഈ ടൊയോട്ടന്റെ വണ്ടി അധികം ആൾക്കാർ പിന്നെ ജനങ്ങൾ എടുക്കുന്നത് തന്നെ, ഒന്ന് ടൊയോട്ടന്റെ കണ്ടീഷൻ, രണ്ടാമത് റീസെയിൽ വാല്യൂ ആണ്. ഫോർച്യൂണർ കിട്ടൂല, നല്ല മാർക്കറ്റ്. 2012 വണ്ടിയായിട്ട് ഇത്ര കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പോൾ 14,3 ലോൺ സൗകര്യം എന്തായാലും കിട്ടും. 12 കിട്ടത്തില്ല? കിട്ടേണ്ടതാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, എന്തായാലും ഞാനും കറക്റ്റ് പറയുന്നില്ല, കിട്ടാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട് കിട്ടാൻ. ഓക്കെ, അപ്പോൾ വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല, നീറ്റ് വണ്ടി. നമ്മളെ അവസാനത്തെ വണ്ടിയല്ല, വേറെ വണ്ടികൾ നമുക്ക് അടുത്തേൽ കാണിക്കാം. ഇതെല്ലാം കൂടി കൊള്ളിക്കാൻ പറ്റില്ല. നമ്മൾ പുതിയ അടിപൊളി വണ്ടികളായിട്ട് വരുന്നുണ്ട്. വേറെ പ്രീമിയം വണ്ടി ഒക്കെ തന്നെ ഉണ്ട്. വണ്ടി ഉണ്ട്, വലിയ ട്രാവലർ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്, ഒക്കെ തന്നെ ആയിട്ട് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ അൻഫാൽക്ക, നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാൻ വരാവുന്നത്. അപ്പോൾ ഇന്നോവകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ചെറുവണ്ടികൾ, അതേപോലെ തന്നെ പ്രീമിയം വണ്ടികൾ, ട്രാവലർ തുടങ്ങിയ വണ്ടികളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് വരുന്നുണ്ട് അൻഫാൽക്കാരുടെ. അപ്പോൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷനൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. മലപ്പുറം ജില്ലയിലാണ്, കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അൻഫാൽക്കയുടെ ചാനലും ഉണ്ട്, യൂട്യൂബ് ചാനൽ സഫാരി കാസ് ബൈ അൻഫാൽ എന്നാണ്. അപ്പോൾ അതിലും ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസൊക്കെ അൻഫാൽക്ക ഇടാറുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.